എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കല്യാണ തലേന്ന് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കല്യാണ മീൻ തലക്കറിയാണ്. ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് കോട്ടയം സ്റ്റൈലിലാണ്. ഈ കറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തലേ ദിവസമേ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം വിളമ്പുമ്പോഴാണ് ഇതിന് സൂപ്പർ ടേസ്റ്റ് ആകുന്നത്. അതും ഒരാഴ്ച കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. ഇന്നത്തെ ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മോതയുടെ തലയാണ് എടുത്തിട്ടുള്ളത്. ആരും കൊതിച്ച് കഴിച്ചു പോകും, അത്രയും ടേസ്റ്റ് ആണ്. 1/2 കിലോ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവുകൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് കോട്ടയം സ്റ്റൈൽ മീൻ തലക്കറി തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മോതയുടെ തലക്കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുവാണ്. കറി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുടംപുളി നല്ലപോലെ കഴുകുന്ന വെള്ളത്തിൽ കുതിർത്തി വെക്കണം. 1/2 കിലോ മീന് 3 ചെറിയ കഷ്ണം കുടംപുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പുളി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായ 15 കൊച്ചുള്ളി കട്ട് ചെയ്തതും 1 ബോൾ വെളുത്തുള്ളിയും അതുപോലെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മീനിന്റെ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ചേരുവകളുടെ അളവും കൂട്ടേണ്ടതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വെളുത്തുള്ളി കൂടുതൽ അളവിൽ ചേർക്കാം താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 1/2 കിലോ മീനിന്റെ അളവാണ് കാണിച്ചു തന്നിട്ടുള്ളതും. ഇപ്പോൾ നമ്മുടെ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ കൂടെ ചേർക്കാം. ഇനി ഉലുവയും കടുകും നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകും ഉലുവയും നല്ലോണം തന്നെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ആദ്യമേ ചേർക്കാം. ഇഞ്ചി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി അധികം വഴണ്ടു വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് 1/2 കിലോ മീൻ ആവശ്യമായ 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾ പൊടിയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വഴറ്റുന്ന ഉള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിലേക്ക് ഒന്ന് സോഫ്റ്റായി വാടി വന്നാൽ മാത്രം മതിയാകും. വഴറ്റുന്ന ഉള്ളി ഇപ്പോൾ ഒന്ന് വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. ഇനി പൊടികൾ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികൾ കരിയാതെ നല്ലതുപോലെ ഒന്ന് മൂപ്പായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ഇപ്പോൾ നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിവെള്ളത്തിൽ കിടന്ന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വേവായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ കുറുകി വരുന്ന പാകം വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറിയുടെ ചാറ് നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ല പോലെ ഒന്ന് വറ്റിയ കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലാണ് ആയി കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എങ്കിലും മീൻ കഷ്ണങ്ങളിൽ ഈ ഒരു ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് നമുക്ക് ആയി വരേണ്ടതും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടതും. വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വീണ്ടും കറി ഒന്ന് തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻകറിയുടെ ചാറ് നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി കറി നല്ലോണം ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആയി വരട്ടെ. അതുവരെ നമുക്ക് മൂടി വെച്ചാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ചാറൊന്ന് തിളപ്പിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത്. മീൻ തലക്കഷ്ണങ്ങളായതുകൊണ്ട് അല്പം വലുതാക്കിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കഷ്ണങ്ങളെല്ലാം ചാറിലേക്ക് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തവി ഉപയോഗിച്ച് ഒന്ന് നല്ല പോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ചാറിലേക്ക് തവി വെച്ച് തന്നെ ഒന്ന് മുക്കിയും കൂടെ വെച്ചു കൊടുക്കാം. തലക്കഷ്ണങ്ങൾ ചേർത്തിട്ട് കറി നല്ല പോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ച് വരണം.
അതിനായിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കറി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു കഷ്ണങ്ങൾ ചാറിൽ കിടന്ന് നല്ല പോലെ വറ്റി കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്നും കൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വറ്റി കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ടാകും. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് കറി ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. വീണ്ടും നല്ല പോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കിയതിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് മീൻ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുള്ളത്. ഇത്രയും ചാറ് നമുക്ക് ആവശ്യമില്ല, ഒന്നുകൂടെ വറ്റി കുറുകിയ പാകത്തിലേക്കായി വരണം. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം മൂടി തുറന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയ പാകത്തിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ടൊന്ന് തിരുമ്മി കീറി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി ചേർക്കണം. ഒരു നുള്ള് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കല്യാണ മീൻകറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. വളരെ സ്വാദേറിയ നല്ലൊരു മീൻകറിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചൂട് ചോറിനൊപ്പം വിളമ്പാനും കപ്പയുടെ ഒപ്പം സെർവ് ചെയ്യാനും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കുമാണ് ഇതിന്റെ യഥാർത്ഥ രുചി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഫാമിലിയിൽ മെമ്പർ ആകാനും വിലയേറെ ലൈക്കിൽ തരാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.